നമസ്കാരം. വെറും 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വജ്രായുധം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുവാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവന്നു കഴിഞ്ഞു. $3 ബില്യൺ മിസൈലുകൾ കയറ്റി അയക്കുമെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലിന്റെ പരിപൂർണ ഇന്ത്യൻ വകഭേദത്തെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള നീക്കത്തിലേക്കാണ് രാജ്യം കടക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിൽ അടിയുറച്ചുകൊണ്ട് സുപ്രധാനമായ നീക്കങ്ങളിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈലിന്റെ 100% ഭാഗങ്ങളും 2026 ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2026 ഇന്ത്യക്ക് നിർണായകമായി മാറും. പ്രതിരോധ മേഖലയ്ക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളുമൊക്കെ നിർമ്മിക്കുന്ന സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾ തന്നെയാകും ബ്രഹ്മോസിന്റെ ഭാഗങ്ങളും വികസിപ്പിച്ചെടുക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ശക്തമായ നീക്കത്തിനായി വലിയ രീതിയിലുള്ള ഗവേഷണങ്ങളും അതുപോലെ നിഗമനങ്ങളും ഒക്കെ ക്രോഡീകരിക്കുകയാണ് രാജ്യം. ബ്രഹ്മോസിനായുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. നമുക്കറിയാം, ഇപ്പോൾ റഷ്യയുടെ മിസൈൽ നിയന്ത്രണ ടെക്നോളജിയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ആത്മനിർഭർ ഭാരത് സങ്കല്പത്തിലൂന്നി ഇന്ത്യ പുതിയ പടവുകൾ താണ്ടേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മോസ് മിസൈലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് രാജ്യം ഇപ്പോൾ. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇന്ത്യയുമായും റഷ്യയുമായും സൗഹൃദം രാജ്യങ്ങളിലേക്കാണ് ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ കയറ്റുമതി അനുവദിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 2026 ഇന്ത്യ $3 ബില്യൺ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യുമെന്നാണ് ബ്രഹ്മോസ് ഡയറക്ടർ ജനറൽ പറയുന്നത്. ബ്രഹ്മോസ് മിസൈലിന്റെ ക്വാഡ് ലോഞ്ചർ വലിയൊരു വഴിത്തിരിവാണ് സമ്മാനിച്ചത് എന്നത് എടുത്തു പറയണം. കപ്പലുകളിൽ നിന്ന് വരെ ബ്രഹ്മോസ് തൊടുക്കാൻ ശേഷിയുള്ളതാണ് ഈ ക്വാഡ് ലോഞ്ചർ. ഒരേ സമയം 8 മിസൈലുകൾ വരെ തൊടുക്കാൻ ഈ ക്വാഡ് ലോഞ്ചറിന് കഴിയും. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിയന്ത്രണ സംവിധാനവും DRDO തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള സീക്കറുകൾ കൂടി ഉപയോഗിച്ചതോടെ ഇനി റഷ്യയിൽ നിന്നുള്ള സീക്കറുകളുടെ ആവശ്യവും ഒഴിവായിട്ടുണ്ട്. ധാരാളം രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സൗദി, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളൊക്കെ ബ്രഹ്മോസ് വാങ്ങാനുള്ള നീക്കത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫിലിപ്പീൻസിലേക്കുള്ള 2ാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകളുടെ കൈമാറ്റം ചെയ്യൽ ഇന്ത്യയുടെ വലിയ നേട്ടങ്ങളിലൊന്നായി തന്നെയാണ് അടയാളപ്പെടുത്തിയത്. പോർമുഖത്തെ ധീരരായ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കും ആയുധങ്ങൾക്കുമൊക്കെ ഡിമാൻഡ് കൂടി വരുന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ശക്തനായ പോരാളിയാണ് ഈ പറഞ്ഞ ബ്രഹ്മോസ് മിസൈൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏത് ലക്ഷ്യവും തുളച്ചു കയറാൻ, തകർത്ത് തരിപ്പണമാക്കാൻ കരുത്തുള്ള ഒന്നാണ് ബ്രഹ്മോസ് മിസൈൽ. യുദ്ധവിമാനങ്ങളിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ പതിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈലുകൾ. അപ്പോൾ ഇന്ത്യയുടെ കരുത്തൻ മിസൈൽ സംവിധാനങ്ങളിൽ പ്രത്യേക താല്പര്യം രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ കഴിവും മികവും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇന്ത്യക്ക് ഇത് വലിയ പ്രചോദനവും നൽകുന്നുണ്ട്. മിസൈലിന്റെ കഴിവുകളും അതിന്റെ സാധ്യതകളും വലിയ രീതിയിലാണ് രാജ്യത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുന്നത്. ആഴത്തിലുള്ള വിശകലനവും കൂടുതൽ കൃത്യമായ കാര്യങ്ങളും ഇന്ത്യ നോക്കി നടത്താറുണ്ട്. വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ബ്രഹ്മോസ് ടീമുകളെ കണ്ടിട്ടുണ്ട് എന്നും വിവരം കിട്ടുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈൽ കര, അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ വിക്ഷേപിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ മികച്ച പ്രതിരോധമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഓരോ ചുവടുകളും എന്നതാണ് ശ്രദ്ധേയം. അതേപോലെ തന്നെ 2028-29 ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയിൽ എത്തുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വെറുതെ അല്ല എന്നതാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലുകൾ ഉടൻ തന്നെ എത്തും. പൂർണ്ണമായിട്ടും ഇന്ത്യ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ എത്തും എന്ന പ്രതീക്ഷയിലാണ് രാജ്യം. അത് വിജയകരമായാൽ വലിയ അഭിമാനം തന്നെയായിരിക്കും ഇന്ത്യക്ക് ലഭിക്കുക.